5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. പഹൽഗാം ഭീകരാക്രമണം നടന്നതിന് ശേഷം ഭാരതത്തിൻ്റെ നിലപാടുകളും തന്ത്രങ്ങളും നയതന്ത്രങ്ങളും എല്ലാം ലോകം അംഗീകരിച്ചു. നമ്മൾ പാകിസ്ഥാൻ്റെ സിവിലിയന്മാർക്ക് ഒരു പരുക്കമുണ്ടാക്കാതെ, അല്ലെങ്കിൽ വളരെ കുറച്ച് പരുക്കുണ്ടാക്കിയിട്ട്, അല്ലെങ്കിൽ പരുക്കുണ്ടാക്കില്ലെന്ന് തന്നെ പറയാം, അവിടെ രാജ്യത്ത് പോലും പോകാതെ അവർ അയച്ച 400ഓളം ഡ്രോണുകളെ നമ്മൾ നശിപ്പിച്ചു. നമ്മുടെ ബ്രഹ്മോസും സുദർശന ചക്രവും ഇതെല്ലാം കൂടി ഇറങ്ങി, പിന്നെ ഇന്ത്യയിൽ ഉണ്ടാക്കിയ ഡ്രോണുകളും ഇതെല്ലാം കൂടി ഇറങ്ങി പാകിസ്ഥാനെ വരച്ച വരയിൽ വരുതിയിലാക്കി. മാത്രമല്ല, സിന്ധു നദീതടത്തിലെ വെള്ളം ഒഴുക്കുന്നതും നിർത്തി, നമ്മുടെ കൊമേഴ്സ് ബന്ധങ്ങൾ, വാണിജ്യ ബന്ധങ്ങൾ നിർത്തി, അത് വാഗ അതിർത്തി അടച്ചു. ഒരുപാട് കാര്യങ്ങളിലൂടെ പാകിസ്ഥാനെ നമ്മൾ വല്ലാതെ വരിഞ്ഞു മുറുക്കി. നമ്മുടെ 26 ആളുകളെ കൊന്നു, മതം നോക്കി, ഖലീഫ ചൊല്ലാൻ പറഞ്ഞു, സുന്നത്ത് നോക്കി ഒക്കെ ചെയ്തപ്പോഴുണ്ടായ ഒരു വലിയ വികാരത്തിന് നമ്മൾ മറുപടി കൊടുത്തു. വളരെ നന്നായി. മറ്റൊരു കാര്യം, പാകിസ്ഥാൻ ചൈനയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പടക്കം പോലുള്ള, നനഞ്ഞ പടക്കം പോലുള്ള യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ചപ്പോൾ ഇന്ത്യ മേക്ക് ഇൻ ഇന്ത്യയിൽ സ്വന്തമായി ഉണ്ടാക്കിയ യുദ്ധോപകരണങ്ങളാണ് 80% ഉപയോഗിച്ചത്. നമ്മൾ ബ്രഹ്മോസോ അല്ലെ സുഖോയ്യോ ഒരു സുദർശന ചക്രമോ റഷ്യയെന്നോ ഇസ്രായേലിൽ നിന്നൊക്കെ മേടിച്ചത് ഉപയോഗിച്ചു. പക്ഷെ അതിനപ്പുറം ഇന്ത്യയിൽ ഉണ്ടാക്കിയതാണ് ഉപയോഗിച്ചത്. അതിൽ നമ്മൾ ഉണ്ടാക്കി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതിൽ നമുക്ക് അഭിമാനിക്കാം. നമ്മുടെ ശാസ്ത്ര സാങ്കേതിക രംഗം അത്ര കണ്ട് വളർന്നു. ലോകത്തെല്ലാ രാജ്യങ്ങളിലും പോയി, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്നും ഇസ്രായേലിൽ നിന്നും റഷ്യയിൽ നിന്നും ഒക്കെ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് വാങ്ങി, റാഫേൽ അഴിമതി പോലുള്ള അഴിമതികളെല്ലാം കേട്ട് രാജ്യത്ത് യുദ്ധോപകരണങ്ങൾ ഉണ്ടാക്കാൻ കഴിയാത്ത സാഹചര്യമൊക്കെ മാറി. ഇന്ത്യ വലിയ നിലയിൽ വളർന്നു. അതിൽ നമുക്ക് അഭിമാനിക്കാം. പക്ഷേ ആറ്റം ബോംബ് കണ്ടുപിടിച്ച ആൾ പോലും പറഞ്ഞത്, ആറ്റം ബോംബ് കണ്ടുപിടിച്ചു, അത് ഉപയോഗിക്കാനല്ല. ഇന്ത്യ ഇതെല്ലാം വാരിക്കൂട്ടിയപ്പോൾ, ഇന്ത്യ ഇതെല്ലാം ചെയ്തപ്പോൾ ഇന്ത്യ ആഗ്രഹിക്കുന്നത് ഇന്ത്യയുടെ ധർമ്മം, ഇന്ത്യയുടെ ചിന്ത, ഇന്ത്യയുടെ കൾച്ചർ, സംസ്കാരം, പ്രത്യേകിച്ച് ഹിന്ദു സംസ്കാരം, സനാതനധർമ്മ സംസ്കാരം അനുസരിച്ച് യുദ്ധം ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. മഹാഭാരത യുദ്ധത്തിൽ അവസാനം ഭീഷ്മരെ കാണാൻ പോകുമ്പോൾ, എല്ലാവരും കൂടി ഭീഷ്മരെ കാണാൻ പോകുമ്പോൾ ഭീഷ്മർ പറയുന്നൊരു സെൻറ്റൻസ് ഉണ്ട്, ഒരു വാചകമുണ്ട്: യുദ്ധം അനിവാര്യമാകുന്ന സാഹചര്യത്തിൽ മാത്രമേ ആലോചിക്കാവൂ, വിജയിക്കുന്ന യുദ്ധമേ ചെയ്യാവൂ. എന്നാലും ഞാൻ യുദ്ധം വേണമെന്ന് പറയില്ല. യുദ്ധമെന്ന് പറയുന്നത് മറ്റൊരു ചിന്തയാണ്. ഇന്നിപ്പോൾ നോക്കൂ, ലോകത്തിലെ കൊച്ചു രാജ്യങ്ങൾ, പട്ടിണി രാജ്യങ്ങൾ പോലും ഇന്ത്യയിൽ നിന്ന് ബ്രഹ്മോസ് വാങ്ങാനൊക്കെ ഉള്ള നടപടികളിലേക്ക് പോകുന്നതെ കേൾക്കുന്നു. എന്തിന് ലോകത്ത് ഈ ഭീകരതയൊക്കെ വളർത്തി യുദ്ധസമാനമായൊരു സാഹചര്യം ഉണ്ടാക്കിയത്? പാകിസ്ഥാൻ ഈ കാട്ടിക്കൂട്ടുന്ന ഭീകരതയുടെയൊക്കെ ഫലമായി ഉണ്ടായ മറ്റൊരു ദുരന്തം, ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങൾ ഇത് കൂടുതൽ യുദ്ധോപകരണങ്ങൾ ഉണ്ടാക്കുന്നു. അത് വിൽക്കാനുള്ള സാധ്യത ഉണ്ടായി വരുന്നു. 2ാം ലോക മഹായുദ്ധം ഉണ്ടായതിനു ശേഷം ലോകത്ത് ഐക്യരാഷ്ട്രസഭയുണ്ടായി. നിർഭാഗ്യവശാൽ ഐക്യരാഷ്ട്രസഭ ഇന്ന് ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയ്ക്കോ യൂണിസെഫിനോ അതുപോലെ വേൾഡ് ബാങ്കിനോ ADBക്ക് അങ്ങനെയുള്ള സംവിധാനം, IMFനോ ഒരു സംവിധാനത്തിനും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ബയാസ്ഡാണ്. അവർ അമേരിക്കയുടെയും സാമ്രാജ്യത്വ ശക്തികളുടെയും ഒക്കെ കീഴിൽ നിന്നിട്ട് യാതൊന്നും ചെയ്യാൻ കഴിയാത്ത ബൊമ്മകളെപ്പോലെ നിൽക്കുന്നു. അപ്പോൾ വീണ്ടും ഒരു യുദ്ധം ലോകത്തുണ്ടാകുമോ? നമുക്ക് പറയാനാകില്ല. 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ഇനി യുദ്ധം ഉണ്ടാകരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് സമാധാനത്തിൻ്റെ സന്ദേശത്തിന് വേണ്ടി ഒരുപാട് സംവിധാനങ്ങൾ ലോക ജനത ഉണ്ടാക്കിയെടുത്തത്. പക്ഷെ അതെല്ലാം ഒന്നൊന്നായി ഇല്ലാതാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുവരുന്നത്. ഒരു കാരണവശാലും ഭാരതത്തിൻ്റെ നൈതികത, ധർമ്മം യുദ്ധത്തിൻ്റേതല്ല, ഒരു കാരണവശാലുമല്ല. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിൽ പോലെയുള്ള സ്ഥലത്ത് നടത്തുന്ന ഭീകരത, അത് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന തുർക്കി, അതുപോലെ ചൈന, സൗദി അറേബ്യ, വിവിധ രാജ്യങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നു. ഒരു പക്ഷേ ഈ ലോകരാജ്യങ്ങൾ, ഇപ്പം ട്രംപ് അടക്കമുള്ള ആളുകൾ ഇടപെട്ടൊന്നും പെട്ടില്ല എന്ന് പറയുന്നു. എന്തോ ആവട്ടെ, അവരുടെ അഭിപ്രായം വന്നതിന് ശേഷം ഭാരതവും പാകിസ്ഥാനും യുദ്ധത്തിലേക്ക് തന്നെ പോയിരുന്നുവെങ്കിൽ മറ്റൊരു ലോകമാകുമായിരുന്നു. ലോകചേരികൾ വ്യത്യസ്തമാകുമായിരുന്നു. ഇന്ത്യയോട് കൊള്ളാം മച്ചമ്പി തുടങ്ങിക്കോളൂ, അല്ലെങ്കിൽ നിങ്ങൾ നല്ലവരാണെന്ന് പറയുന്ന അമേരിക്ക പോലും വല്ലാതെ ചിലപ്പോൾ അവരുടെ തനിനിറം കാണിച്ചേനെ. അവർക്കൊക്കെ റഷ്യയായാലും അമേരിക്കയായാലും ഇസ്രായേലായാലും ലോകത്തിൽ യുദ്ധോപകരണങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന രാജ്യങ്ങൾ, ചൈനയായാലും, ചൈന 40 രാജ്യങ്ങൾക്കാണ് യുദ്ധോപകരണങ്ങൾ കൊടുക്കുന്നത്, കമ്മ്യൂണിസ്റ്റ് രാജ്യമെന്നാണ് പറയുന്നത്, ആയാലും യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കും. CIA ചാരന്മാരെ വിട്ട് പ്രോത്സാഹിപ്പിക്കും, ചാരസുന്ദരികളെ വിട്ട് പ്രോത്സാഹിപ്പിക്കും. പല രൂപത്തിൽ യുദ്ധം വ്യാപാരത്തിൻ്റെയും കൂടി സാധ്യതയാണ്. വ്യാപാരത്തിന് മാത്രമല്ല, യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ധാരാളം മെഡിസിനുകൾ, പ്രത്യേകിച്ച് അലോപ്പതി മെഡിസിനുകൾ വിൽക്കാനുള്ള സാധ്യതയുണ്ട്.
ഭക്ഷ്യക്ഷാമം വരും. അപ്പോൾ വസ്തുക്കൾ വിൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ലോകത്ത് യുദ്ധമെന്ന് പറയുന്നത് കേവലം ആയുധങ്ങൾ മാത്രമല്ല, ഒരുപാട് സാധനങ്ങളുടെ വിപണി കൂടിയായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇന്ത്യ തീർച്ചയായും ഇതിൽ പെട്ടുപോകരുത്, ഈ ട്രാപ്പിൽ പെട്ടുപോകരുത്, ഈ കെണിയിൽ പെടരുത്. ഇന്ത്യ ഒരു കാരണവശാലും യുദ്ധത്തിന് അനുകൂലിക്കുന്ന രാജ്യമല്ല. നമ്മൾ പാകിസ്ഥാനെ തീർച്ചയായിട്ടും നമ്മളെ തല്ലിയാൽ തിരിച്ചു തല്ലണം. 1 തല്ലിയാൽ 5 തല്ല് കൊടുക്കണം. അല്ലെങ്കിൽ തീർച്ചയായും അവരെ തകർക്കണം. അവരുടെ ഭീകരവാദത്തെ, പാകിസ്ഥാൻ രാജ്യത്തല്ല ഞാൻ പറയുന്നത്, ബംഗ്ലാദേശ് പല രൂപത്തിലും നമ്മളോടൊപ്പം വരാറുണ്ട്. ചൈന ചില സമയത്ത് നമ്മളോടൊപ്പം വന്ന് കൊരുക്കാറുണ്ട്. ആര് കൊരുക്കാൻ വന്നാലും അവരെ എതിർക്കുവാനുള്ള വളരെ കൃത്യമായ ഒരു ആയുധ ശേഖരവും യുദ്ധോപകരണങ്ങളും ഒക്കെ ഭാരതത്തിന് ആവശ്യമുണ്ട്. അത് വാങ്ങുകയോ ഉൽപ്പാദിപ്പിക്കുകയോ ഒക്കെ ചെയ്യാം. പക്ഷെ അതിനപ്പുറം ആയുധ വ്യാപാരത്തിലൂടെ പണമുണ്ടാക്കാം. ആയുധ വ്യാപാരമാണ് ഇനി സാമ്പത്തിക ശക്തിയായി വളരാൻ ഭാരതത്തിന് നല്ലത് എന്നുള്ള ചിന്തകളും ചർച്ചകളും ചില സ്ഥലങ്ങളിൽ നിന്നെങ്കിലും ചില കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. അത് പ്രോത്സാഹനകരമല്ല. യുദ്ധമല്ല ലോകത്തിന് സമാധാനം നൽകുന്നത്. ഒരു യുദ്ധവും വിജയിച്ചതായി കാണുന്നില്ല. എല്ലാ യുദ്ധങ്ങളും അവസാനം കഷ്ടപ്പാടുകളും ദാരിദ്ര്യവും പട്ടിണിയും തന്നെയാണ് എല്ലാ രാജ്യങ്ങൾക്കും സമ്മാനിച്ചിട്ടുള്ളത്. അത് ചരിത്രത്തിലാവട്ടെ, ഇതിഹാസങ്ങളിലാകട്ടെ, നേരിട്ടുള്ളതാകട്ടെ, നാട്ടിൻപുറത്തുള്ളത്, വഴക്ക് മുതൽ വലിയ ലോകമഹായുദ്ധങ്ങൾ വരെ ആർക്കെങ്കിലുമൊക്കെ വലിയ നഷ്ടമുണ്ടാക്കിക്കൊണ്ട് തന്നെയാണ് പോകുന്നത്. എല്ലാവർക്കും കുറച്ച് നഷ്ടമുണ്ടാക്കും. അപ്പോൾ എല്ലാവർക്കും കുറേ നഷ്ടങ്ങളുണ്ടാക്കി ആർക്കെങ്കിലുമൊക്കെ വലിയ നഷ്ടമുണ്ടാക്കുന്ന ആയുധ വ്യാപാരത്തിലേക്ക് ലോകത്തെ കൊണ്ടുപോകുന്നതിൽ ഭാരതം മുന്നിൽ നിൽക്കരുത്, ഒരു കാരണവശാലും നിൽക്കരുത്. എന്നാൽ നമ്മൾ പ്രതിരോധിക്കുകയും വേണം.